ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു പോർഷൻസ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഇനി സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അധികം സമയമൊന്നും എടുക്കില്ല, 10 to 15 മിനിറ്റ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലൈഫിനെ നമുക്ക് 3 സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സിസ്റ്റിംഗ് ആയിട്ട് കമ്പനിയിലുള്ളൊരു മെഷീനറി അത് റിപ്ലേസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിചാരിക്കുക. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ട് കമ്പനിയിലുള്ളൊരു അസറ്റിനെ നമ്മൾ റിപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലൈഫിനെ നമുക്ക് 3 സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇയർ 0 ആണ്. അഥവാ ഇൻവെസ്റ്റിംഗ് പീരീഡ്. ഈ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് നമ്മളുടെ കയ്യിൽ നിന്നും പൈസ എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇയർ 0 നടക്കുക. അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും? ഇയർ 0 ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അസറ്റ് റിപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പുതിയ അസറ്റ് വാങ്ങുകയാണ്. അങ്ങനെ ഒരു പുതിയ അസറ്റ് വാങ്ങാനായിട്ട്, ഒരു പുതിയ മെഷീനറി വാങ്ങാനായിട്ട് നമുക്ക് ചിലവുകളില്ലേ? അപ്പോൾ ആ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റ്, ആ ഒരു മെഷീനറി നമ്മളുടെ ഫാക്ടറിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അങ്ങനെ നമ്മളുടെ ഫാക്ടറിയിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെഷീനറി അവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് വരുന്ന ഫിറ്റിംഗ് കോസ്റ്റ്, ദെൻ ആ മെഷീനറി അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ലേബേഴ്സിന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് വരുന്ന കോസ്റ്റ്. ഇങ്ങനെ ഒരു മെഷീനറി യൂസ്ഫുൾ ആവുന്നത് വരെ നമുക്ക് എത്ര ചിലവ് വരുന്നുണ്ടോ അതൊക്കെ നമ്മളുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ ആ മെഷീനറിൻ്റെ പർച്ചേസ് ചെയ്യുന്ന കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത് പണ്ട് നിങ്ങൾ ഡിപ്രീസിയേഷൻ അകത്ത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പം ജസ്റ്റ് ആ ഒരു മെഷീനറിയുടെ വാല്യൂ ഇല്ല, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അതിൻ്റെ ഫിക്സഡ് കോസ്റ്റും എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ആ ഒരു മെഷീനറിനെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്ത് ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ്, ഫിറ്റിംഗ് കോസ്റ്റ്, ട്രെയിനിങ് കോസ്റ്റ്, ഇതെല്ലാം ഉൾപ്പെടും. ഓക്കെ, ദെൻ ഇങ്ങനെ ഒരു മെഷീനറി അവിടെ മേടിച്ചു വെച്ചാൽ മാത്രം മതിയോ? അതിനൊരു ഇനീഷ്യൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള റോ മെറ്റീരിയൽസും അഡീഷണൽ ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലൊക്കെ വേണ്ടി വരും. അഡീഷണൽ ആയിട്ടുള്ള റോ മെറ്റീരിയലും ഇൻവെൻറ്ററി ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വർക്കിംഗ് ക്യാപിറ്റൽ. ജസ്റ്റ് ഒരു മെഷീനറി മാത്രം അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല. അപ്പോൾ അതിനെ ഇനീഷ്യലി വർക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് അഡീഷണൽ റോ മെറ്റീരിയലും കുറച്ച് അഡീഷണൽ ഇൻവെൻറ്ററി ഒക്കെ ആവശ്യം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ഒരു കാര്യമുണ്ട്, നമ്മൾ പുതിയ ഒരു മെഷീനറി മേടിച്ചു, അപ്പോൾ പഴയ മെഷീനറി ഇപ്പോഴും കമ്പനിയിൽ കിടക്കുന്നില്ലേ? അത് നമ്മൾ സെല്ല് ചെയ്യണ്ടേ? അപ്പം ഡിസ്പോസൽ ഓഫ് ദ ഓൾഡ് മെഷീനറി. ഈ 3 ഐറ്റംസ് ആയിരിക്കും നമ്മുടെ ഇനീഷ്യൽ പീരീഡിൽ ഉണ്ടാവുക. എന്തൊക്കെയാണ്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ ഡിസ്പോസൽ ഓഫ് ദ ഓൾഡ് അസറ്റ്. ഇനി ഇത് തന്നെ നമുക്കൊന്നും കൂടി ഞാനൊന്ന് ചെറുതാക്കി ഇവിടേക്ക് എഴുതാം. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിസ്പോസൽ ഓഫ് ദ ഓൾഡ് അസറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊരു ക്യാഷ് ഇൻഫ്ലോ ആണോ ക്യാഷ് ഔട്ട്ഫ്ലോ ആണോ? പൈസ ഇങ്ങോട്ട് വരികയാണോ പൈസ പുറത്തേക്ക് പോവുകയാണോ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലവാക്കുകയാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമ്മളുടെ കയ്യിൽ നിന്നും പൈസ പുറത്തേക്ക് കൊടുത്തിട്ട് നമ്മൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യണം അല്ലേ? സോ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് ഇവിടെ വരുന്നത്. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്, അതും എന്താണ്? ഔട്ട്ഫ്ലോ ആണ്. ഇനി എന്താണ് ലാസ്റ്റ് എന്താണ് വരുന്നത്? ഡിസ്പോസൽ ഓഫ് ദ ഓൾഡ് അസറ്റ്. നമ്മളുടെ കൈമേൽ പണ്ട് ഉണ്ടായിരുന്ന അസറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? വിൽക്കുകയാണ്. ആ വിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുകയല്ലേ ചെയ്യുക അല്ലേ? വിൽക്കുമ്പോൾ 2 തരത്തിൽ വിൽക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ വിൽക്കാൻ വേണ്ടി പറ്റും? ഗെയിനും ലോസും. ഒന്നുമില്ലെങ്കിൽ ലാഭത്തിന് വിൽക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നഷ്ടത്തിന് വിൽക്കാൻ വേണ്ടി പറ്റും. ലാഭമോ നഷ്ടമോ എവിടെ വരുന്നോ അവിടെ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ലാഭമോ നഷ്ടമോ എവിടെ വരുന്നോ അവിടെ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ലാഭത്തിനാണ് വിറ്റത്, എത്ര രൂപ ലാഭത്തിനാണ് വിറ്റത്? ആ ലാഭത്തിൻ്റെ മേലെ ടാക്സ് അടച്ചു കഴിഞ്ഞ് ബാക്കി നമുക്ക് എത്ര വരും? നഷ്ടത്തിനാണ് വിറ്റത്, എത്ര നഷ്ടത്തിനാണ് വിറ്റത്? ആ നഷ്ടം കാരണം നമ്മൾ എന്തെങ്കിലും ടാക്സ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെത്ര? ഇത് രണ്ടും നമ്മൾ ഇൻഫ്ലോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ലാഭം വരുമ്പോൾ എത്ര രൂപ ലാഭം വന്നു, ആ ലാഭത്തിൻ്റെ മേലെ ടാക്സ് അടച്ച് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് എന്താണ്? ഇൻഫ്ലോ ആണ്.
ഇൻഫ്ലോ ആണ്. നഷ്ടമാണെങ്കിൽ ആ നഷ്ടത്തിൻ്റെ എമൗണ്ട് എത്രയാണ് ഇൻറ്റു ടാക്സിൻ്റെ പെർസെൻറ്റേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം കാരണം നമ്മൾ എത്ര ടാക്സ് സേവ് ചെയ്തു നമുക്ക് മനസ്സിലാവും. ഇത് രണ്ടും എന്താണ്? ഇൻഫ്ലോ ആണ്. ക്ലിയർ ആണോ? അപ്പം ഒരു മെഷീനറി വിൽക്കുമ്പോൾ സമയത്ത് അല്ലെങ്കിൽ ഒരു അസറ്റ് വിൽക്കുന്ന സമയത്ത് ആ വിൽക്കുന്ന എമൗണ്ടും കിട്ടും. ദെൻ ലാഭത്തിൻ്റെ മേലെ ടാക്സ് അടച്ചത് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും. ഓൺ ദി അതർ ഹാൻഡ് ഒരു മെഷീനറി നമ്മൾ നഷ്ടത്തിനാണ് വിൽക്കുന്നതെങ്കിൽ ആ വിൽക്കുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതിൻ്റെ കൂടെ ആ നഷ്ടം കാരണം നമ്മൾ സേവ് ചെയ്ത എമൗണ്ടും വരും. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഇൻഫ്ലോ ആണ്. ഇത് രണ്ടും ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലോ ആണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പാർട്ടിനെ പറ്റി പറഞ്ഞു, ഇനീഷ്യൽ പീരീഡ് അല്ലെ, ഇയർ 0 പറ്റി പറഞ്ഞു. ഇനി അടുത്ത പാർട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സബ്സീക്വൻറ്റ് ഇയേഴ്സ്. അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ആ മിഷനറി മേടിച്ചു അല്ലെങ്കിൽ ആ അസറ്റ് മേടിച്ചു വെച്ചു. ഇനി ഈ അസറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യണ്ടേ? ആ ഒരു പീരീഡാണ് ഇത് സബ്സീക്വൻറ്റ് ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ആ ഇയർ 0 കഴിഞ്ഞ് വരുന്ന ഇയേഴ്സ്. ആ ഇയേഴ്സിൽ എന്തൊക്കെ ഉണ്ടാവും? നമുക്ക് സെയിൽസ് ഉണ്ടാവും അല്ലേ? നമുക്ക് സെയിൽ ചെയ്തിട്ടുള്ള റവന്യൂ ഉണ്ടാവും. കാരണം ആ മെഷീനറി പ്രവർത്തിപ്പിച്ചിട്ട് നമ്മൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കി നമ്മളത് വിറ്റിട്ട് നമുക്ക് റവന്യൂ കിട്ടും. ആ റവന്യൂവിൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്ന ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളൊക്കെ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രീ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. അതായത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള റവന്യൂവിൽ നിന്ന് നമുക്ക് ചിലവായിട്ടുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റുകൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രീ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കിട്ടും. നമ്മൾ വന്നിരിക്കുന്ന ഇൻഫ്ലോയിൽ നിന്ന് ഔട്ട്ഫ്ലോ ലെസ് ചെയ്യുക, നമുക്ക് വന്നിരിക്കുന്ന റവന്യൂവിൽ നിന്ന് കോസ്റ്റുകൾ മൈനസ് ചെയ്താൽ ശരിക്കും ഇത് ലാഭമല്ലേ? ലാഭത്തിനല്ലേ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്ക് വന്നിരിക്കുന്ന റവന്യൂവിൽ നിന്നും നമുക്ക് വന്നിരിക്കുന്ന ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മൈനസ് ചെയ്താൽ അവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞു എവിടെ പ്രോഫിറ്റ് വരുന്നോ എവിടെ ലോസ് വരുന്നോ അവിടെ നമ്മൾ ടാക്സ് അടയ്ക്കണം. അപ്പം നമ്മളുടെ റവന്യൂ 10 ആണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 8 ആണെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണ്? 2 ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ 2ൻ്റെ മേലെ ടാക്സ് അടയ്ക്കണം. മേ ബി ഒരു 10% ആണ് ടാക്സ് എങ്കിൽ, 10% ടാക്സ് എങ്കിൽ 0.2 നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. ബാക്കിയുള്ള $1.8 നമുക്ക് എന്തുണ്ടാവുള്ളൂ? ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ സെയിൽസ് റവന്യൂവിൽ നിന്ന് നമ്മളുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രീ ടാക്സ് അടയ്ക്കുന്നതിന് മുന്നേ ഉള്ള എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അതിൽ നിന്നും ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കിട്ടും. ഇതിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആഫ്റ്റർ ടാക്സ് നെറ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നമുക്ക് കിട്ടും. അവിടെ ഈ ഒരു ഒറ്റ ഐറ്റം അറിഞ്ഞാൽ മതി. ഇതെങ്ങനെയാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മേലെ കാണിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയാണ്? സെയിൽസ് റവന്യൂവിൽ നിന്നും ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടാക്സ് അടയ്ക്കുന്നതിന് മുന്നേ ഉള്ള ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കിട്ടും. അതിൽ നിന്നും ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കിട്ടും. ഇതിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ആഫ്റ്റർ ടാക്സ് നെറ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കിട്ടും. ക്ലിയർ ആണോ? ഈ ഒരു ഐറ്റം മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഞാനിതൊന്ന് ഇറേസ് ചെയ്യാണ്. ഇനി ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എന്താണെന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ ആവണ്ട, ഇത് കഴിഞ്ഞിട്ട് ഞാനത് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ ഐറ്റം എന്തായിരുന്നു? ആഫ്റ്റർ ടാക്സ് നെറ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ഇനി രണ്ടാമത്തെ ഐറ്റം എന്താണ്? നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇയർ 0 ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആ മെഷീനറിയിൽ എന്തെങ്കിലും ഫർദർ അപ്ഡേഷൻസ് വരണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, ഇനി ഫർദർ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ശേഷവും നമുക്ക് അസറ്റിൽ വലിയ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടോ? ദെൻ മൂന്നാമതായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഇനീഷ്യൽ ഇയറിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇനി ഫർദർ എന്തെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ വേണോ? ഫർദർ വർക്കിംഗ് ക്യാപിറ്റൽ
വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ 3 ഐറ്റംസ് ആയിരിക്കും സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ ഉണ്ടാവുക. എന്താണ് ഫസ്റ്റത്തെ ഐറ്റം? ആഫ്റ്റർ ടാക്സ് നെറ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. രണ്ടാമതായിട്ട് ഫർദർ ആയിട്ട് ഇനി എന്തെങ്കിലും അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ, ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഫർദർ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ആദ്യത്തെ വർഷത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലും കൂടുതൽ ഇനി വേണമെങ്കിൽ സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ നമുക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം. ഈ 3 ഐറ്റംസ് ആയിരിക്കും നമുക്ക് എന്തിലുണ്ടാവുക, നമുക്ക് സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ ഉണ്ടാവുക. അതിന് രണ്ടാമത്തെ പാർട്ടും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പാർട്ട്, അതായത് ഏറ്റവും എൻഡ് ഓഫ് ദ ലൈക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലൈഫിൻ്റെ എൻഡ്, അഥവാ ഡിസ്പോസൽ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെയാണെങ്കിൽ ആ ഒരു മെഷീനറി നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ ആ മെഷീനറി നമ്മൾ വിൽക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്ത് വരും? സെയിൽ പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ദ മെഷീനറി. ഓക്കെ, അതായത് ഡിസ്പോസിങ് ദ മെഷീനറി. സെയിം ഇവിടെ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെയും പറയാനായിട്ടുള്ളത്. അതായത് നമ്മൾക്ക് ലാഭത്തിലും വിൽക്കാൻ വേണ്ടി പറ്റും, നഷ്ടത്തിലും വിൽക്കാൻ വേണ്ടി പറ്റും. ലാഭത്തിലാണ് വിൽക്കുന്നതെങ്കിൽ എത്ര രൂപയാണോ ലാഭം, ആ ലാഭത്തിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളതായിരിക്കും നമുക്ക് ഇൻഫ്ലോ ആയിട്ടുണ്ടാവുക. ഇനി നഷ്ടത്തിലാണ് വിറ്റതെങ്കിൽ ആ നഷ്ടം കാരണം നമ്മൾ എത്ര ടാക്സ് സേവ് ചെയ്തു, അതും നമുക്ക് ഇൻഫ്ലോ ആണ്. സോ ഇതൊരു ഇൻഫ്ലോ ആണ്. ഇനി എന്തുണ്ടാവും? ഫസ്റ്റത്തെ ഇയറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? വർക്കിംഗ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇയർ സീറോയിൽ. ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചെടുക്കും. നമ്മൾ ഫസ്റ്റ് ഇയറിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, ആ ഒരു ലൈക്ക് എസറ്റിൻ്റെ ഡിസ്പോസ് ചെയ്യുന്ന പീരീഡിൽ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യും? ആ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ തിരിച്ചെടുക്കും. സോ വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ ഇൻവെസ്റ്റിംഗ് ആണെങ്കിൽ ഇവിടെ റിക്കവറി ആയിരിക്കും. നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അത് നമ്മൾ തിരിച്ചെടുക്കുകയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ ഇനീഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടായിരുന്നു വർക്കിംഗ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എൻഡ് ചെയ്യുമ്പം ആ സപ്പോർട്ട് നമ്മൾ അങ്ങ് തിരിച്ചെടുക്കും. ഓക്കെ, അപ്പം ഒന്നുമില്ല, ഇവിടെ എത്ര എമൗണ്ട് ആണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലായിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് ഇയറിൽ അതേ എമൗണ്ട് റിക്കവറി ചെയ്യും. അപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ഔട്ട്ഫ്ലോ ആയതുകൊണ്ട് തന്നെ റിക്കവർ ചെയ്യുമ്പം തിരിച്ചു വരില്ലേ? ഇൻവെസ്റ്റ് ഞാൻ അങ്ങോട്ട് ചെയ്യാണ്, റിക്കവർ എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചെടുക്കുകയാണ്, വിച്ച് ഈസ് ആൻ ഇൻഫ്ലോ. അപ്പം എൻഡ് ഓഫ് ദ പീരീഡിൽ രണ്ടും ഇൻഫ്ലോ ഐറ്റംസ് തന്നെയാണുള്ളത്. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ഒരു അസറ്റിൻ്റെ ലൈഫിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇയർ 0 ആണ്. അവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, ദെൻ ഡിസ്പോസൽ ഓഫ് ദ ഓൾഡ് അസറ്റ് ഉണ്ടാവും. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും വർക്കിംഗ് ക്യാപിറ്റലും ഒരു ഔട്ട്ഫ്ലോ ആണെങ്കിൽ ഡിസ്പോസൽ ഓഫ് ദ ഓൾഡ് അസറ്റ് എന്താണ്? ഒരു ഇൻഫ്ലോ ആണ്. ഇനി സബ്സിക്വൻറ്റ് ഇയേഴ്സിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കാണാൻ വേണ്ടി പറ്റും. അതെന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലോ ആണ്. ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്, വിച്ച് ഈസ് ആൻ ഔട്ട്ഫ്ലോ. ഫർദർ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിയും നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്, വിച്ച് ഈസ് എ ഔട്ട്ഫ്ലോ. സെയിൽ പ്രൊസീഡിങ്സ് എന്താണ്? ഇൻഫ്ലോ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്കവറിയും ഇൻഫ്ലോ ആണ്. ഇങ്ങനെയായിരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലൈഫ് ഉണ്ടാവുക. ക്ലിയർ ആണോ? ഇനി നിങ്ങളുടെ ഡൗട്ട് അടിച്ച പോയിന്റിലേക്ക് നമുക്ക് പോവാം. ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്. എന്താണ് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്? എന്താണ് ഡിപ്രീസിയേഷൻ? നമ്മൾ പണ്ട് +2 മുതൽ പഠിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് എന്താണ് ഡിപ്രീസിയേഷൻ എന്നുള്ളത്, അല്ലേ? വർഷം കഴിയും തോറും ഒരു ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ഷ്രിങ്കേജിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിപ്രീസിയേഷൻ എന്ന് പറയുക. ഓക്കെ, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നോൺ ക്യാഷ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ശരിക്കും നമ്മളുടെ കയ്യിൽ നിന്ന് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൈസ എക്സ്പെൻസ് ആക്കി പോകുന്നില്ല, അത് നോൺ ക്യാഷ് ആയിട്ടുള്ള എക്സ്പെൻസാണ്. ശരിക്കും കയ്യിൽ നിന്ന് പോവാത്ത, ഔട്ട് ഓഫ് ദ പോക്കറ്റ് പോവാത്ത ഒരു എക്സ്പെൻസ് ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു സെഷൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസിൽ നമ്മൾ കൺസിഡർ ചെയ്യുക ക്യാഷ് ഫ്ലോസ് ആണ്. ക്യാഷ് വന്നോ ക്യാഷ് പോയോ എന്നാണ് നോക്കുക, അല്ലാതെ നെറ്റ് ഇൻകം അല്ല എടുക്കുക. എന്തുകൊണ്ടാണ് നെറ്റ് ഇൻകം എടുക്കാത്തത്? നെറ്റ് ഇൻകത്തിൻ്റെ അകത്ത് ഡിപ്രീസിയേഷൻ പോലുള്ള നോൺ ക്യാഷ് ഐറ്റംസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ നെറ്റ് ഇൻകം കൺസിഡർ ചെയ്യാത്തത്. നമ്മൾ ക്യാഷ് ഫ്ലോസ് കൺസിഡർ ചെയ്യുന്നത്. എത്ര പൈസ വന്നു, എത്ര പൈസ പോയി. എന്നിട്ട് പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എന്ന് പറഞ്ഞൊരു ഐറ്റം എഴുതിയത്? എന്തിനാണ് വേണ്ടിയിട്ടാണ് എഴുതിയത്? ഒന്നുമല്ല, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസിൽ നമ്മൾ എവിടെയും കാട്ടുന്നില്ല. പക്ഷേ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതിലൂടെ നമ്മൾ അവിടെ ടാക്സ് സേവ് ചെയ്യുന്നുണ്ട്.
അത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഡിപ്രീസിയേഷൻ്റെ എക്സ്പെൻസിനെ കണ്ടുപിടിക്കുന്നത്. അല്ലാതെ എവിടെയും നമ്മൾ ഡിപ്രീസിയേഷൻ്റെ എക്സ്പെൻസിനെ കാട്ടുന്നില്ല. നമ്മളുടെ ഒരു ആൻസറിലോ കാൽക്കുലേഷനിലോ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ എക്സ്പെൻസ് ഉണ്ടാവില്ല. അത് എന്തിനു വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നത്? ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഡിപ്രീസിയേഷനെ കാണുന്നത്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് കണ്ടുപിടിക്കുന്നത്. സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു നോൺ ക്യാഷ് ഐറ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നതിലൂടെ നമ്മൾ എത്ര ടാക്സ് സേവ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കിയാലോ. നിങ്ങൾ പണ്ട് ലൈക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് +2 പഠിച്ച കാര്യമാണല്ലോ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അകത്ത് ലെഫ്റ്റ് സൈഡിൽ എന്താ ഉണ്ടാവുക? ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എക്സ്പെൻസസ് ഉണ്ടാവും, റൈറ്റ് സൈഡിൽ ഇൻകംസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾക്കുള്ള എല്ലാ ഇൻകം എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ ഒരു $100 നമുക്ക് ഇൻകം ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളുടെ ഇൻകം സൈഡിൽ ടോട്ടൽ ചെയ്തപ്പോൾ $100 ഉണ്ട്. എക്സ്പെൻസ് സൈഡിൽ ടോട്ടൽ ചെയ്തപ്പോൾ ഡിപ്രീസിയേഷൻ ഒന്നുമില്ല കേട്ടോ, ഡിപ്രീസിയേഷൻ ഇല്ലാതെ എക്സ്പെൻസ് സൈഡിൽ ടോട്ടൽ ചെയ്ത സമയത്ത് യു ഗെറ്റ് 60. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് എത്രയാണ് ഉണ്ടാവുക? നമ്മളുടെ ടോട്ടൽ ഇൻകം 100 ആണ്, അതിൻ്റെ അകത്ത് ടോട്ടൽ എക്സ്പെൻസ് വന്നത് 60 ആണ്. സോ പ്രോഫിറ്റ് ഈസ് 100 മൈനസ് 60, 40. ഇവിടെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്, അതായത് ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കേണ്ടത് 40% വിചാരിച്ചോ. 40 വേണ്ട അല്ലേ, നമുക്കൊരു 20% പിടിക്കാം. ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുന്നത് 20%. ഞാൻ എൻ്റെ ഇൻകം കൂട്ടി, ഞാൻ എൻ്റെ എക്സ്പെൻസ് കൂട്ടി, ഇൻകത്തിൽ നിന്നും എക്സ്പെൻസ് ഡിഡക്ട് ചെയ്തപ്പം ഐ ഗോട്ട് എ പ്രോഫിറ്റ് ഓഫ് 40. ആ 40ന് മേലെ പ്രോഫിറ്റ് എവിടെ വന്നോ, ലോസ് എവിടെ വന്നോ അവിടെ നമ്മൾ ടാക്സ് കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ പ്രോഫിറ്റ് വന്നത് 40 ആണ്. ആ 40ൽ 20% നമ്മൾ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കണം. ബാക്കി മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, ഈ 40ൽ എത്രയായിരിക്കും ഗവൺമെൻറ്റിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്? 40 into 20%, ദാറ്റ് ഈസ് 8 അല്ലേ? 8 നമ്മൾ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് അടയ്ക്കണം. 8 നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് അടയ്ക്കണം. ഇനി ഇതേ സിറ്റുവേഷൻ ഞാൻ എന്ത് ചെയ്യുക? ഇവിടെ എക്സ്പെൻസിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു എക്സ്പെൻസും കൂടി ഞാൻ ആഡ് ചെയ്തു. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടോ? കയ്യിൽ നിന്ന് പൈസ പോയിട്ടില്ല. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ എന്ത് ചെയ്തു? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടി, എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഞാൻ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടി ആഡ് ചെയ്തു. 20 ആണ് എൻ്റെ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ്. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് എത്രയായി? 100 ആണ് ഇൻകം. ടോട്ടൽ എക്സ്പെൻസ് എത്രയാവും? 60 + 20, 80 ആവും. സോ മൈ പ്രോഫിറ്റ് ഇസ് $20. ഇനി പ്രോഫിറ്റിന് മേലെ ഞാൻ ടാക്സ് അടയ്ക്കണ്ടേ? എത്ര ശതമാനം ടാക്സ്? 20% ടാക്സ്. സോ 20 into 20%, $4 എന്ന് കിട്ടും. $4. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന കയ്യിൽ നിന്ന് പോകാത്ത നോൺ ക്യാഷ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ഞാൻ ഇവിടെ ആഡ് ചെയ്തപ്പോൾ എൻ്റെ ടാക്സ് എത്രയായി? $8 അല്ലെങ്കിൽ $8 ടാക്സ് കൊടുക്കുന്ന സ്ഥലത്ത് ഞാനിപ്പോൾ $4 കൊടുത്താൽ മതി. വിച്ച് മീൻസ് ഐ സേവ്ഡ് $4 അല്ലേ? അതായത് ടാക്സ് കൊടുക്കാതെ $4 ഞാൻ സേവ് ചെയ്തു എന്നല്ല എൻ്റെ അർത്ഥം. ഡിപ്രീസിയേഷന് മുന്നേ $8 കൊടുക്കേണ്ട സ്ഥലത്ത് ഡിപ്രീസിയേഷൻ്റെ എക്സ്പെൻസ് ആഡ് ചെയ്തപ്പം നമ്മൾ $4 കൊടുത്താൽ മതി. അതായത് $4 ഞാൻ എന്ത് ചെയ്തു? ടാക്സ് സേവ് ചെയ്തു. ഈ സേവ് ചെയ്ത $4 നമ്മൾ എന്ത് പറയുക? ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എന്ന് പറയാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 8 - 4 എന്ന് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വഴി എന്താണ്? ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ഇൻടു ടാക്സിൻ്റെ പെർസെൻറ്റേജ് നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഡിപ്രീസിയേഷൻ്റെ എക്സ്പെൻസ് എത്രയാണ്? 20 ആണ്. സോ 20 ഇൻറ്റു ടാക്സ് എത്ര പെർസെൻറ്റേജാ? 20% ഇൻറ്റു 20%. 20 into 0.2 is equal to 4 എന്ന് കിട്ടും. നേരെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡിൻ്റെ എമൗണ്ട് കിട്ടും. ഒന്നുമില്ല, ഇപ്പം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ് വെച്ചിട്ട് നമ്മൾ ടാക്സ് കൊടുക്കാതിരിക്കുക. അതായത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ് വെച്ചിട്ട് നമ്മൾ ടാക്സ് കൊടുക്കാതിരിക്കുക. ടാക്സിനെതിരെ ഒരു ഷീൽഡ് പോലെ ഡിപ്രീസിയേഷനെ ഒരു ഷീൽഡ്, നമ്മളെ പരിച എന്നൊക്കെ പറയില്ലേ, അത് അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചോ. ടാക്സിനെതിരെ ഡിപ്രീസിയേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഷീൽഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ടാക്സ് കൊടുക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നോൺ ക്യാഷ് എക്സ്പെൻസ് കാരണം നമ്മൾ എത്ര ടാക്സ് സേവ് ചെയ്തു. ക്ലിയർ ആണോ? അപ്പം ടാക്സിനെതിരെ ഒരു ഷീൽഡ്, ഡിപ്രീസിയേഷൻ യൂസ് ചെയ്തൊരു ഷീൽഡ് പിടിച്ച് നിൽക്കുക നമ്മൾ. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളെ സംബന്ധിച്ചോളം ഒരു ഇൻഫ്ലോ ആണ്. കാരണം നമ്മൾ ടാക്സ് സേവ് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് അതെന്താണ്? ഒരു ഇൻഫ്ലോ ആണ്, ഒരു ക്യാഷ് ഇൻഫ്ലോ ആണ്. ക്ലിയർ ആണോ?
ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിന്റെ ടൂൾസ് അഥവാ മെത്തേഡ്സ് ആണ്. അതായത് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട്, അതായത് ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് മെത്തേഡ്സ് പഠിക്കാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫൈനാൻസ് മാനേജറിൻ്റെ അടുത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എയിൽ നിക്ഷേപിക്കണോ, ബിയിലിടണോ, സിയിലിടണോ, ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇതൊക്കെ തീരുമാനിക്കണമെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് മെത്തേഡ്സ് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അതാണ് എന്ത് പേ ബാക്ക്. ഫസ്റ്റ് മെത്തേഡ് ആണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ആണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. The third one is NPV method, net present value method. Fourth one is IRR, internal rate of return method. And the fifth one is profitability index. ഈ ഓരോ മെത്തേഡ് എന്താണെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സസിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അതിൻ്റെ അകത്ത് പേ ബാക്ക് പീരീഡ് മെത്തേഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് പഠിക്കാൻ വേണ്ടി പറ്റും. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ NPV എന്താണെന്ന് കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാവും. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ IRR എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്, സ്റ്റെപ്പ് വെച്ച് കയറുന്ന പോലെ. പേ ബാക്കിൽ തുടങ്ങി അതിൽ ഒരു സ്റ്റെപ്പും കൂടി പഠിച്ചിട്ട് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് പഠിക്കും, ഒരു സ്റ്റെപ്പും കൂടി വെച്ചിട്ട് NPV പഠിക്കും, ഒരു സ്റ്റെപ്പും കൂടി വെച്ചിട്ട് IRR പഠിക്കും. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പം അടുത്ത ക്ലാസ്സസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. കാരണം എങ്ങനെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനലൈസ് ചെയ്യാം, അതിനെന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്, അതിലെങ്ങനെയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനലൈസ് ചെയ്യുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രൊജക്റ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതും റിജക്ട് ചെയ്യുന്നതും, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാണ് കേട്ടോ. ബൈ.